യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാദ്. ശ്രീമന്നാരായണീയാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസ്തി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. അപ്പം ശ്രീമൻ നാരായണീയത്തെക്കുറിച്ച് വളരെ ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ പറയാം. അപ്പോൾ ശ്രീമൻ നാരായണീയം നിർമ്മിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ 27-ാം വയസ്സിലാണ് നാരായണീയം നിർമ്മിച്ച് വാതരോഗമുക്തി നേടിയത്. അപ്പോൾ അദ്ദേഹം പിന്നെ 86 വയസ്സ് വരെ ജീവിച്ചു. അത് ചിലതിൽ പറയുന്നുണ്ട് 86 100 വയസ്സ് വരെയും ജീവിച്ചു എന്നും പറയുന്നുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ 86 വയസ്സ് വരെ എന്ന് എടുക്കാം. 86 വയസ്സ് വരെ ജീവിച്ചു. ഏതാണ്ട് 464 കൊല്ലത്തിന് മുമ്പാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ കൊല്ലവർഷം 735, ക്രിസ്തുവർഷം 1560 മലപ്പുറം ജില്ലയിൽ മേൽപ്പത്തൂരില്ല. അച്ഛൻ്റെ പേര് മാതൃദത്തൻ, അമ്മയുടെ ദേശം പയ്യന്നൂർ. അദ്ദേഹത്തിനൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു ദാമോദരൻ, ഒരു അനുജനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും അച്ഛൻ്റെ പേര് തന്നെ മാതൃദത്തൻ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ വേദപാഠം, സംസ്കൃതം, തർക്കശാസ്ത്രം ഇതെല്ലാത്തിനും വളരെ പണ്ഡിതനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അപ്പം 4 ഗുരുക്കന്മാരിൽ നിന്നും അദ്ദേഹം ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ ഗുരുവാണ് അമ്മാവനായ അച്യുത പിഷാരടി. അപ്പം അദ്ദേഹത്തിൽ നിന്ന്, അമ്മാവനിൽ നിന്നാണ് വ്യാകരണവും ജ്യോതിഷവും ഒക്കെ പഠിച്ചത്. ഇപ്പോൾ പണ്ടുകാലത്ത് പഠിക്കാൻ പോകുമ്പോഴത്തേനും ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ. അപ്പം ആ ഗുരുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ശിഷ്യന്മാരെല്ലാവരും കൂടെ അവിടെ താമസിച്ച് അവിടെ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതാണ്ടൊരു 18-20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അച്യുത പിഷാരടി അമ്മാവൻ്റെ അടുക്കൽ ഇദ്ദേഹം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്യുത പിഷാരടിയുടെ മരുമകൾ ഒരു കുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിനൊരു ഇഷ്ടം തോന്നി. നാരായണ ഭട്ടതിരിക്കാട് പാടിന് ഇഷ്ടം തോന്നുകയും അദ്ദേഹം അത് കൂട്ടുകാരോട് പറയുകയും കൂട്ടുകാർ മുഖേന അച്യുത പിഷാരടിയെ വിവരം അറിയിച്ചു. അപ്പം ഈ ഭട്ടതിരിയുടെ ആ കുലീനതയും പ്രായവും അറിവും എല്ലാത്തിലുമുള്ള കഴിവും എല്ലാം കണക്കിലെടുത്ത് അച്യുത പിഷാരടി വിചാരിച്ചത് നല്ലത് തന്നെ, നടക്കുന്നെങ്കിൽ നല്ലത് തന്നെ എന്ന് വിചാരിച്ച് വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഒരു പ്രശ്നം പറ്റിയത്, വിവാഹം കഴിഞ്ഞ ഭട്ടതിരിയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അദ്ദേഹം അങ്ങ് ഭോഗാസക്തനായി തീർന്നു. വേദശാസ്ത്രം പുരാണാദികളിലൊന്നും താല്പര്യമില്ല. എല്ലാത്തിനും കുറഞ്ഞു വന്നു. തോന്നുന്ന സമയത്ത് എണ്ണിക്കുക, തോന്നുന്ന സമയത്ത് ഉറങ്ങുക, ക്ലാസ്സിൽ പഠിക്കാൻ പോകാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒന്നിനും ഒരു ചിട്ടയില്ലാത്ത ഒരു ജീവിതമായി തീർന്നു. അപ്പോൾ അത് അച്യുത പിഷാരടിയെ വളരെയധികം വേദനിപ്പിച്ചു. എങ്കിലും ഒന്നും മിണ്ടാണ്ടിരുന്നു. ഒരു ദിവസം ജ്യോതിഷ ക്ലാസ് നടക്കുകയായിരുന്നു. അപ്പം ശിഷ്യന്മാരെ 2 വരിയായിട്ടിരുത്തി അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഭട്ടതിരിപ്പാട് 10-11 മണിയായപ്പോഴത്തേനും പതുക്കെ കണ്ണൊക്കെ തിരുമ്മി ഉറക്കം എണീറ്റ് വീട്ടിനകത്തുനിന്ന് ഈ ക്ലാസ്സിൻ്റെ നടുവിൽ കൂടെ ഒരു പല്ലും തേക്കാതെ, തലമുടിയും ചീകാതെ, പന്ന ഉടുപ്പുമൊക്കെ ഇട്ട്, ഉടുപ്പൊന്നും ഇടാതെ ഒരു ആലസ്യത്തോടെ അങ്ങ് ഇറങ്ങി പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഒരുമാതിരി ഇവരെ എല്ലാം ചാടിക്കടന്നാണ് പോയത്. അപ്പോൾ അത് കണ്ട് അച്യുത പിഷാരടിക്ക്
ഭയങ്കര വിഷമം തോന്നിയിട്ട് അദ്ദേഹം അങ്ങ് ആ ഒരു പറഞ്ഞു, കഷ്ടം, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അതിനെ ഇങ്ങനെ പാഴാക്കി കളയുന്നുവല്ലോ എന്നിങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയിട്ട് എല്ലാവരും കേൾക്കെ എന്ന ഒരു മനോഗതമായിട്ട് അത് പറഞ്ഞു. ആ പറഞ്ഞത് ഭട്ടതിരിപ്പാടും കേട്ടു. അത് ഭട്ടതിരിപ്പാടിൻ്റെ എവിടെയോ ചെന്ന് കൊണ്ടു ഉള്ളിൽ തട്ടിയിട്ട് ഒന്ന് തിരിഞ്ഞു നിന്ന് ആലോചിച്ചു. എന്നിട്ട് വിചാരിച്ചു, ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി കുളിച്ച് സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് അച്യുത പിഷാരിയുടെ അടുക്കൽ വന്ന് പാദങ്ങളിൽ വീണ് ക്ഷമ ചോദിച്ചു, നമസ്കരിച്ചു. ഈ ഭാഗ്യഹീനനെ സ്നേഹപരവശമായ മനസ്സുകൊണ്ട് പിടിച്ച് ഒന്ന് കര കയറ്റണമേ, അങ്ങ് മാത്രമേ ഈ ഉള്ളവന് ശരണമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അച്യുത പിഷാരരുടെ മനസ്സ് തണുത്തു, സന്തോഷമായി. അങ്ങനെ അദ്ദേഹം ആ ഭോഗാലസ്യത്തിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു. പിന്നെ പഠിക്കാൻ തുടങ്ങി, വ്യാകരണമൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നല്ലൊരു കുട്ടിയെ വേറെ കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു ശിഷ്യനെ കിട്ടിയ സന്തോഷത്തിൽ ആ ഗുരു ശിഷ്യനും ആ ഗുരു ശിഷ്യ ബന്ധം മേൽക്കുമേലങ്ങ് വളർന്നു വന്നു. അപ്പോൾ അങ്ങനെ കാലങ്ങൾ പോയി അച്യുത പിഷാരടിക്ക് വാതരോഗം ബാധിച്ച് കിടപ്പിലായിപ്പോയി. അപ്പം പല വൈദ്യന്മാരെ അച്യുത പിഷാരടി തന്നെ നല്ലൊരു വൈദ്യനാണ്, ജ്യോതിഷിയാണ്, ഒക്കെയാണ്. അപ്പം സ്വമേധയാ അഭിപ്രായം പറഞ്ഞു, ആ വൈദ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. പല വൈദ്യന്മാരെ പല നാട്ടുകളിൽ നിന്ന് കൊണ്ടുവന്നു. എന്തൊക്കെ ചെയ്തിട്ടും അസുഖത്തിന് ഒരു ഭേദവും ഉണ്ടായില്ല. മറ്റു പല വൈദ്യന്മാരുമായിട്ട് ആലോചിച്ചു, പല ചികിത്സ നടത്തി, ഒരു വ്യത്യാസവും ഉണ്ടായില്ല. പിന്നെ എന്ത് ചെയ്തു, ഈ ജാതക പ്രശ്നാദികൾ നോക്കി ഈ രോഗത്തിന് കാരണം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ. എന്തുകൊണ്ടാണ് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, അപ്പോൾ ഈ ജ്യോതിഷപ്രകാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രമിച്ചു നോക്കി. അപ്പോഴാണ് കണ്ടുപിടിച്ചു, ജന്മാന്തര ദുരിതമാണ് ഈ രോഗത്തിന് കാരണമെന്ന് മനസ്സിലായി. എന്നിട്ട് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അത് ഈ തിലഹോമം, വേർപാട്, കർമ്മവിഭാഗദാനം ഇങ്ങനെ മുതലായ കുറച്ച് പ്രായശ്ചിത്തങ്ങളാണ് അവർ തീരുമാനിച്ചു. അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ഉത്സാഹത്തോടെ മുന്നിൽ നിന്നത് ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ഈ ഓരോ കർമ്മങ്ങളും അതിൽ ചെയ്തു വന്നു, ഓരോ പ്രായശ്ചിത്തങ്ങളും ചെയ്തു വന്നു. അപ്പോൾ അത് കഴിഞ്ഞില്ല, അവസാനമാണ് ഈ കർമ്മവിഭാഗദാനത്തിൻ്റെ സമയമായപ്പോൾ ഈ ആർക്കാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരാലോചനയായി. ഈ കർമ്മവിഭാഗദാനം എന്ന് പറയുന്നത് ഒരു നല്ല ബ്രഹ്മതേജസ്സുള്ള ഒരാൾക്ക് മാത്രമേ ആ കർമ്മവിഭാഗദാനം വാങ്ങാൻ അർഹതയുള്ളൂ. അപ്പോൾ അത് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കാണോ അസുഖമുള്ളത്, ഈ അസുഖമുള്ള ആളിൻ്റെ പാപങ്ങളും അസുഖങ്ങളും എല്ലാം ഈ ദാനം സ്വീകരിക്കുന്ന ആളിലേക്ക് പകരും. അപ്പം അങ്ങനെയാണ് ഈ കർമ്മദാന വിഭാഗദാനത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അതിന് അത്രയും മനസ്സിന് പക്വത വന്ന ആളായിരിക്കണം, അത്രയും തേജസ്സുള്ള ആളായിരിക്കണം. അങ്ങനെ പലരും നോക്കി. അപ്പോൾ ഈ കൂട്ടുകാർക്കും ആർക്കും ശിഷ്യന്മാർക്ക് ആർക്കും തന്നെ ധൈര്യം വന്നില്ല അത് ഏറ്റെടുക്കാനായിട്ട്. അങ്ങനെ ഈ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പിന്നെ ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പേര്, ഭട്ടതിരിപ്പാടിൻ്റെ പേര് നിർദ്ദേശിച്ചു. അപ്പം ഭട്ടതിരിപ്പാട് വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാലും ഗുരുവും അമ്മാവനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസുഖം മാറിക്കിട്ടുമല്ലോ എന്നേ ചിന്തിച്ചുള്ളൂ. അപ്പം ഗുരുവിന് സന്തോഷമായി. അങ്ങനെ അത് സ്വീകരിച്ചു. ഗുരുവിൻ്റെ സകല പാപങ്ങളും ഭട്ടതിരി മന്ത്രപൂർവ്വം പരിഗ്രഹിച്ചു, തന്നിലേക്ക് പരിഗ്രഹിച്ചു. ഗുരു കൃതാർത്ഥനുമായി. ക്രമത്തിൽ ഗുരുവായിട്ടുള്ള പിഷാരിയുടെ വാദക്ലേശങ്ങളെല്ലാം കുറഞ്ഞു വന്നു. ഭട്ടതിരിക്ക് ഓരോരോ ലോകലക്ഷണങ്ങളായിട്ട് കണ്ടു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതൊന്നും ഭട്ടതിരിക്കൊരു മനക്ലേശമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പലതര ചികിത്സയും തുടങ്ങി. അപ്പോൾ ഭട്ടതിരിക്ക് വേദന സഹിക്കാൻ വയ്യാണ്ടാവുമ്പോൾ ചികിത്സിക്കേണ്ട പറ്റത്തില്ലല്ലോ. ചികിത്സ തുടങ്ങി, പ്രായശ്ചിത്തങ്ങൾ ചെയ്തു നോക്കി, എല്ലാം ചെയ്തു നോക്കി, ഒരു ഗുണമുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഭട്ടതിരിക്ക് തോന്നി, ഗുരുവായൂരിൽ പോയി ഭജന ഇരുന്നാൽ രോഗവിമുക്തി കിട്ടുമായിരിക്കും എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഗുരുവായിട്ടുള്ള അച്യുത പിഷാരടിയോട് അനുവാദമൊക്കെ ചോദിച്ചു.
അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പം പണ്ടകാലത്ത് അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഗുരുക്കന്മാരോട് അനുഗ്രഹം ചോദിച്ച് അനുവാദം ചോദിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. അപ്പം അച്യുത പിഷാരിയോട് അനുഗ്രഹവും വാങ്ങിച്ചു. പിന്നെ എത്രയും ഭക്തോത്തമനായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛനെ ഇങ്ങനെ ഒരാളെ വിട്ട് വിവരം അറിയിച്ചു. ഇങ്ങനെ ഞാൻ ഗുരുവായൂർ പോയാൽ ഭജന ഇരുന്ന് കഴിഞ്ഞാൽ അസുഖത്തിന് ഭേദം വരുമെന്ന് മനസ്സിൽ പറയണു, എന്നാൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ ഈ പറഞ്ഞു വിട്ട ആളിനോട് പറഞ്ഞ് മീൻ തൊട്ട് കൂട്ടിക്കോളാൻ പറയൂ എന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പം അത് പറഞ്ഞ വ്യക്തി മീൻ തൊട്ട് കൂട്ടാനോ എന്നുള്ളത് അയാളുടെ മനസ്സിൽ തോക്കി. ഒരു ബ്രാഹ്മണൻ്റെ അടുക്കൽ മീൻ തൊട്ട് കൂട്ടാൻ എന്തേലും ആവട്ടെ, ഞാൻ ചെന്ന് അതുപോലെ പറയാം എന്ന് വിചാരിച്ച അയാൾ ഇവിടെ വന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം ഭട്ടതിരിപ്പാടൻ്റെ അനുജനും കൂടെ ഗുരുവായൂർക്ക് പോകാൻ തീരുമാനിച്ചു. ഗുരുവായൂർ പോയി. അദ്ദേഹത്തിന് നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഭട്ടതിരിപ്പാടിന് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഗുരുവായൂർക്ക് വന്ന് അപ്പം മനസ്സിൽ വിചാരിച്ചത് ഈ ഭാഗവത സംഗ്രഹിച്ച്, അപ്പം മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മത്സ്യാവതാരം അതാണ് ഉദ്ദേശിച്ചത്. ഭാഗവതം സംഗ്രഹിച്ച് എഴുതുക എന്നുള്ളതാണ്. അത് ഭട്ടതിരിപ്പാടിന് കാര്യം മനസ്സിലായി. അപ്പം അദ്ദേഹം വിചാരിച്ചു ഒരു 10 ശ്ലോകം വീതം ഓരോ ദിവസം ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് എഴുതാം. അങ്ങനെ 100 ദിവസം കൊണ്ട് ഭാഗവത സാരസംഗ്രഹം അവസാനിപ്പിച്ച് നടക്കി വെക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ ഭജനമൊക്കെ തുടങ്ങി. എവിടെയാ ഗുരുവായൂരപ്പന് അഭിമുഖമായിട്ടിരുന്ന് കിഴക്കേ അറ്റത്ത് ഇങ്ങനെ സ്തോത്രപദ്യങ്ങളൊക്കെ ഉണ്ടാക്കി സ്തുതിക്കുക. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ നിവേദ്യം തന്നെ ഭക്ഷിക്കുക, പ്രദക്ഷിണം ചെയ്യുക, പകൽ മുഴുവൻ അമ്പലത്തിൽ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുക. ഇതൊക്കെയാണ് മനസ്സിലെ ഉദ്ദേശം. രാത്രി അത്താഴ പൂജയൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യമുള്ള എവിടെയെങ്കിലും കിടന്നുറങ്ങുക. അപ്പം ചേട്ടനെ ശുശ്രൂഷിച്ചു കൊണ്ടിട്ട് അനുജനും കൂടെ തന്നെ കാണും. അപ്പം അങ്ങനെ ശ്ലോകങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശ്ലോകങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേന് ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നത് ഇദ്ദേഹം ചൊല്ലിക്കൊടുക്കുക. അനുജനാണ് എഴുതുന്നത്, കൈകൊണ്ട് എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പം രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേനും വേദന അങ്ങ് ഭയങ്കരമായിട്ട് കൂടി ഭയങ്കര ക്ലേശം അനുഭവിക്കാൻ തുടങ്ങി. അപ്പം ഇല്ല, ഞാൻ അങ്ങ് മടുത്തു, എനിക്ക് എഴുതി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല ഇത് ഗുരുവായൂരപ്പനും ഭട്ടതിരിയുമായിട്ടുള്ളൊരു സംവാദമായിട്ടാണ് പറയുന്നത്. അത്ര ഭക്തിയുള്ളതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നേരെ ഇരുന്ന് ഗുരുവായൂരപ്പനോട് സംസാരിക്കുന്ന രീതിയാണ്. ഗുരുവായൂരപ്പനെ നേരിൽ കാണുകയാണ് ചെയ്യുന്നത് ഭട്ടതിരിപ്പാടം ആ ഭക്തി കൊണ്ട്. അപ്പോൾ ചില ഭാഗങ്ങൾ വരുമ്പോഴത്തേനും ഗുരുവായൂരപ്പൻ പറയും, അങ്ങനെ അല്ലല്ലോ ഭട്ടതിരിപ്പാടേ എന്ന് പറയും. അങ്ങനല്ലേ, അങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ള ഒരു സംസാര രീതിയാണ്. അപ്പോൾ അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിനൊക്കെ ഇളക്കം തട്ടി. ഇത് ഭജനമൊക്കെ നിർത്തി അങ്ങ് പോവുക നിവർത്തിയുള്ളൂ, വേദന കാരണം ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഓരോ ദിവസം എഴുതി തീർത്തു. അങ്ങനെ 100 ദിവസം കൊണ്ട് 100 ദശകം എഴുത്തു. ഒരു ദിവസം 1 ദശകം എന്നുള്ള കണക്കിൽ. അപ്പം മിക്ക ദശകങ്ങളും 10 ശ്ലോകങ്ങളാണ് ഒരു ദശകത്തിലുള്ളത്. അപ്പം പക്ഷെ ചില ദശകങ്ങളൊക്കെ 12, 13, ഒരു ദശകം 15, അങ്ങനെ മൊത്തം 100 ദശകവും 1034 ശ്ലോകങ്ങളുമാണ് ഈ നാരായണീയത്തിൽ ഉള്ളത്. അപ്പോൾ ഈ നാരായണീയം ഞാൻ പറഞ്ഞുവല്ലോ ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണെന്ന്. ഭാഗവതം 12 സ്കന്ധങ്ങളുണ്ട്, 335 അധ്യായങ്ങൾ, 18,000 ശ്ലോകങ്ങൾ. അപ്പോൾ ഈ 18,000 ശ്ലോകങ്ങളും 335 അധ്യായങ്ങളും 12 സ്കന്ധങ്ങളും ഉള്ളതിനെയാണ് 100 ദശകത്തിൽ ഒതുക്കി 1034 ശ്ലോകം കൊണ്ട്. അപ്പോൾ ആ ഭാഷയുടെ വൈദഗ്ധ്യമാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ പദങ്ങളൊക്കെ ഗംഭീരമാണ്. നമുക്ക് രാമായണം ഒക്കെ, ഒരു രാമായണം പുസ്തകം മുഴുവൻ 3 ദശകം കൊണ്ടാണ് കംപ്ലീറ്റ് എഴുതി തീർത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ 34, 35 തോന്നുന്നു ആ ദശകങ്ങൾ. അപ്പോൾ ആ ദശകങ്ങളൊക്കെ എഴുതി തീർത്തിരിക്കുന്ന ഒരു പുസ്തകം മുഴുവനാണ് അങ്ങനെ എഴുതി തീർത്തിരിക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് ആ 100 ദശകം എഴുതി തീർത്തതോടുകൂടി വാതരോഗം ഭേദമായി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഒരു വാതരോഗത്തിനുള്ള മരുന്നാണ് ശ്രീമന്നാരായണീയം
എന്ന് പറഞ്ഞ് പ്രസിദ്ധമായിട്ട് വന്നിരിക്കുന്നത്. ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള സ്തോത്രമാണ് ഈ നാരായണീയം. അപ്പം നമുക്കത് പഠിക്കാം. ഏതായാലും എല്ലാവരും പ്രാർത്ഥിച്ചോളുക, എല്ലാവർക്കും പഠിക്കാൻ പറ്റും.